ഞങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് കാശില്ലാത്ത സ്ഥിതിയാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കും. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ശമ്പളം കൊടുത്തത്. ഈ സമയത്ത് പതറാതെ നിൽക്കുന്നതാണ് നമ്മളുടെ കടമ, നമ്മുടെ ബാധ്യത. ചോദിച്ചത് എൻ്റെ സ്റ്റാഫ്, എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരെ പറ്റിയാണ്. ഈ സാധനങ്ങൾ കൊണ്ടുവന്ന എൻ്റെ കസ്റ്റമേഴ്സിന് ടൈമിന് കൊടുക്കുക എന്ന ഉത്തരവാദിത്തം തന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം കറക്റ്റ് കൊടുക്കുക. ഈ കൊറോണ ഉണ്ടായപ്പോൾ പല കമ്പനികളും ശമ്പളം കുറച്ചു. പക്ഷേ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു പൈസ പോലും ഞാൻ കുറച്ചിട്ടില്ല, കുറയ്ക്കുകയില്ല. ഈ ക്രൈസിസിലും സമയത്തിന് എൻ്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം കിട്ടും എന്നൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഞങ്ങളുടെ കയ്യിൽ ഈ സമയത്ത് കാശില്ലാത്ത സ്ഥിതിയാണെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കും. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് ശമ്പളം കൊടുത്തത്. കാരണം അവരുടെ കുടുംബം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി. അപ്പോൾ അതിനൊക്കെ അവർ ഇവിടുന്ന് കാശ് അയച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ഉറ്റുനോക്കുന്നത് ആ മാസമുള്ള ശമ്പളമാണ്. ആ ശമ്പളത്തിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കുറവും വരുത്താതെ ഇപ്പോൾ കൊടുക്കുന്ന ശമ്പളം കറക്റ്റായിട്ട് അവർക്ക് ഞാൻ കൊടുക്കും. എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകരെക്കാൾ കൂടുതൽ എൻ്റെ മാധ്യമപ്രവർത്തകർക്കാണ് അതിൽ ബുദ്ധിമുട്ട്. കാരണം കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാം. അതാണ് ഞാനത് ക്ലിയറാക്കി കഴിഞ്ഞു.